രണ്ടാമത്തെ കാര്യം പെട്രോൾ ഡീസൽ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. പെട്രോൾ ഡീസൽ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം ചോദിച്ചു. അത് തീർച്ചയായും ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്നുള്ളത് എനിക്ക് തർക്കമൊന്നുമില്ല. കാരണം പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് സ്വാഭാവികമായിട്ടും സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരു തർക്കവും കാര്യത്തിലില്ല. പെട്രോളിനും ഡീസലിനും വില കൂടിയതിൽ എന്നും വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ വിഷയം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ BJPയുടെ നേതാക്കൾക്ക് പലയിടങ്ങളിലേക്കും വാഹനവും കൊണ്ട് പോകേണ്ടി വരും. അവർക്ക് പലയിടങ്ങളിലും പ്രസംഗിക്കാനുള്ള വേദികൾ ഉണ്ടാകും. ഈ സമയങ്ങളിൽ പമ്പിൽ കയറ്റി പെട്രോളും ഡീസലും അടിക്കുന്നതിനിടയിൽ അവർ സ്വയം ഒരു ആത്മപരിശോധന നടത്തും. ആ ആത്മപരിശോധനയിൽ അവർ തന്നെ അറിയാതെ മോദിയുടെയും അമിത്ഷായുടെയും വിളിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. അതിന് യഥാർത്ഥ ഉദാഹരണമായിരുന്നു ജനസഭ എന്ന് പറയുന്ന ജനം TVയുടെ തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ വെച്ച് BJPയുടെ ഷൊർണൂർ മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള സന്ദീപ് വാര്യരുടെ കുറ്റസമ്മതം. സന്ദീപ് വാര്യർ പച്ചക്ക് പറയുന്നുണ്ട്, പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങൾ അനുഭവിക്കുന്നുള്ളത്. അതൊരു സത്യമാണ്, അതൊരു വസ്തുതയാണ്. അതിനെതിരെ സംസാരിക്കാൻ ഞങ്ങളില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് BJP നേതാവായിട്ടുള്ള സന്ദീപ് വാര്യർ തന്നെ കുറ്റസമ്മതം നടത്തുമ്പോൾ തിരിച്ചറിയേണ്ടതുണ്ട് എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് എന്ന്. BJPയുടെ ചാനലായിട്ടുള്ള സംഘപരിവാറിന്റെ ചാനലായിട്ടുള്ള ജനം TVയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് BJP സർക്കാർ ഈ രാജ്യം ഭരിക്കുന്നിടത്തോളം കാലം അവരുടെ പാർട്ടിക്കാർക്ക് തന്നെ അവരെ കുറ്റപ്പെടുത്തേണ്ട അവസ്ഥയുണ്ടാകും എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ നിന്നാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടത്. ഇവർക്ക് വോട്ട് കൊടുക്കാതെ സത്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുക. ഇത്തരത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവിൽ ഞങ്ങൾക്ക് തന്നെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് വോട്ട് ചോദിക്കാൻ നാണമുണ്ടോ നിങ്ങൾക്ക്? സന്ദീപ് വാര്യർ അടങ്ങുന്ന നേതാക്കന്മാർക്ക് അത് ചോദിക്കുന്നത് ഞാൻ മാത്രമല്ല, ആ പരിപാടി കണ്ട സാധാരണക്കാരായിട്ടുള്ള എല്ലാ ജനങ്ങളും ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കും. പാചകവാതക സിലിണ്ടറിന് വില കൂട്ടിയിട്ട് നിങ്ങൾ വോട്ട് ചോദിക്കാൻ പോവുകയാണ്. സാധാരണക്കാരന്റെ അന്നം മുട്ടിച്ചിട്ട് നിങ്ങൾ വോട്ട് ചോദിക്കാൻ പോവുകയാണ്. എന്ത് ഉളുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സാധാരണക്കാരോട് വോട്ട് ചോദിക്കുന്നത്? ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.